3 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇന്ന് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയത് റിക്കവറി എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ഒരാളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. നിങ്ങളത് ഒരിക്കലും നടക്കില്ല, അത് കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം, സാധിക്കുമോ എന്നറിയാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം തിരിച്ചു കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് നടന്നു കിട്ടണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലോ നിങ്ങൾക്കത് തിരികെ കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരിക്കലും അത് നടക്കില്ല, അതിനി നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത് തിരികെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യം മറ്റൊരാളിൻ്റെ അഭിപ്രായത്തെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അഭിപ്രായം അനുസരിച്ചായിരിക്കാം നിങ്ങൾക്കത് കിട്ടുന്നത്, അയാളുടെ റെക്കമെൻഡേഷനിലായിരിക്കാം ഇത് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു മനസ്സൊന്ന് മാറിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി പറയുക, അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. കാരണം ഏഞ്ചൽ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ കരിയറിനെ കുറിച്ചോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഒരു സപ്പോർട്ട് ചോദിക്കുമ്പോൾ ആർക്കേഞ്ചൽ ഗബ്രിയേലിനോട് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം വളരെയധികം തന്മയത്വത്തോടു കൂടി മറ്റൊരാൾക്ക് മനസ്സിലാകാൻ അത് ഉപകരിക്കും. അതുപോലെ തന്നെ പറയുമ്പോൾ തെറ്റിപ്പോവില്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കേൾക്കുന്നയാൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. നെക്സ്റ്റ് കാർഡ് സക്സസ് എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു കാര്യമാണ് നിങ്ങളുടെ വിജയമെന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് എൻ്റെ വിജയം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആകാം, എന്തൊരു കാര്യമാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് സക്സസ് ആയി കിട്ടും എന്നുള്ളതാണ്. ചിലർക്കൊരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം, ഒരുപക്ഷെ അതിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലും ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കും, അത് സക്സസ്സിലേക്കാകും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏഞ്ചൽ സന്ദേശം. നിങ്ങൾ ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കേഞ്ചൽ യൂറിയലിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽ യൂറിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യം പറയാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ട് കരിയറിൻ്റെ കാര്യമായിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫൈനാൻസ് കണ്ടെത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ആർക്കേഞ്ചൽ യൂറിയൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ്. കൂടാതെ ആർക്കേഞ്ചൽ ഏരിയലിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ്. ആർക്കേഞ്ചൽ യൂറിയൽ നിങ്ങൾക്ക് ഐഡിയാസ് തരുമ്പോൾ ആർക്കേഞ്ചൽ ഏരിയൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് തരുന്നത്. ഇനി ഏഞ്ചൽ നമ്പറായ 888 നിങ്ങൾ പതിവായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഫൈനാൻസ് അട്രാക്റ്റ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഓപ്പൺ ആകും എന്നുള്ള ഡിവൈൻ മെസ്സേജാണിത്. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക. നിങ്ങൾക്ക് വളരെയധികം അബണ്ടൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂണിവേഴ്സിന് നിങ്ങൾ നന്ദി പറയുക. ഞാൻ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പണം അട്രാക്റ്റ് ചെയ്യുന്നു, പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അഫർമേഷൻ 888 കാണുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കരിയർ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ജോബ് എന്നിവയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് നന്മ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതും വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങളുടെ വിജയമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്.
നിങ്ങൾ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു പഠനത്തിൽ നിങ്ങൾ മികവ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ നന്നായി എക്സാം എഴുതി പാസ്സാകുന്നുണ്ടെങ്കിൽ വളരെ അധികം നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. അതാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതിനു വേണ്ടി ഇന്നത്തെ ദിവസം സ്വയം തയ്യാറാവുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് കാർഡ് റിമെയിൻ പോസിറ്റീവ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാണെങ്കിലും, അതായത് അത് നെഗറ്റീവായിട്ട് വരൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കില്ല. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. പോസിറ്റിവിറ്റി മാത്രമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടത്. വിഷ്വലൈസേഷൻ വരെ നിങ്ങൾ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സിന് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. എന്താണ് ഇവർക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് യൂണിവേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് റിമെയിൻ പോസിറ്റീവ് എന്നുള്ളത് ഡിവൈൻ പറയുന്നത്. ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. നിങ്ങളിലേക്ക് എല്ലാ അബണ്ടൻസും വന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ശുഭദിനം ആശംസിക്കുന്നു.